രാവിലെ എണീച്ച് അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും, നാളെ എന്താ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് 2 കോഴിമുട്ട പുഴുങ്ങാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാത്രം ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ആവശ്യമുള്ളൂ കേട്ടോ. ഒരു ഉള്ളി ഇരുത്തിയുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 1.5 തക്കാളി ഇരുത്തിയുണ്ട്, അതും ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 3 പച്ചമുളകും കൂടി ഇരുത്തിയുണ്ട്, അതൊന്ന് നടു കീറി വെച്ചാൽ മതി. കുട്ടിയെ കൊടുത്തിടുമ്പം അതും കൊണ്ട് എടുത്ത് മാറ്റാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നടു കീറി വെക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉള്ളി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കാം കേട്ടോ. കനം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതായിട്ടാകുമ്പോൾ നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകി മാറ്റി വെക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയി കിട്ടും കേട്ടോ ഒന്നുകൂടി. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയൊക്കെ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീഫ് ഇതെല്ലാം കൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒന്നായി വന്നാൽ നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിക്കില്ലേനോ, ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ബീഫ് മസാലയും, 1/4 ടീസ്പൂണോളം ഗരം മസാലയും, 1/4 ടീസ്പൂൺ തന്നെ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയും അരിയും ആ എണ്ണയിൽ കിടന്ന് തന്നെ നല്ലപോലെ ഒന്ന് മിക്സായി വരണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം ഒന്ന് മിക്സായി വന്നാൽ നമുക്ക് തിളച്ച വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളം ഒഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ അരിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ചെറുനാരങ്ങൻ്റെ നീരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കി മൂടി വെക്കാം. തിള വരുമ്പോൾ മൂടി തുറന്ന് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് അവിടെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത മുട്ടയല്ലേ അതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഈ മസാലയിൽ. ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാകുമ്പം ഇറച്ചി മീനിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ലഞ്ച് ബോക്സ് ആയിട്ട് മാത്രമല്ല, സാധാരണ നമുക്ക് ലഞ്ചായിട്ടും ഒക്കെ ഉപയോഗിക്കട്ടെ, നല്ല ടേസ്റ്റാണ്. ഈ മുട്ട നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. കുറേ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, അപ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളതവിടെ ഫ്രൈ ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ റൈസ് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. വെന്തി ഉണ്ടെങ്കിൽ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോൾ നമ്മളെ മുട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ പച്ചമുളക് എരിവാണെങ്കിൽ എണ്ണ കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ മേലെ ഇട്ട് കൊടുക്കുക. ആ എണ്ണയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും കൂടി ചോറ് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും വെച്ചിട്ട് ഫ്ലെയിം ഒന്നും ഓണാക്കണ്ട, കുറച്ച് നേരം മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നാളത്തെ നിങ്ങളെ മക്കളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതാക്കാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.